സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 9 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. പരക്കെ UDF തരംഗം. ഇടത് BJP തകർച്ചയ്ക്ക് ഇനി നിമിഷങ്ങൾ. തൃശൂർ. വിധിയെഴുത്തിന് ഒരു രാപ്പകൽ ദൂരം മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെങ്ങും UDF തരംഗം. 66 ഗ്രാമപഞ്ചായത്തുകളുടെയും 6 നഗരസഭകളുടെയും ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഇടതുപക്ഷത്തിന്റെ മേനിപ്പറച്ചൽ അവസാനിക്കാൻ ഒരു ജനത കാത്തിരിക്കുകയാണ്. സ്വപ്നയുടെ ജീവന് ഭീഷണിയില്ല. ഏജൻസികൾക്ക് CCTV ദൃശ്യം പരിശോധിക്കാമെന്ന് ജയിൽ വകുപ്പ്. തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണിയെന്ന ആരോപണം നിഷേധിച്ച് ജയിൽ വകുപ്പ്. അന്വേഷണ ഏജൻസികൾക്ക് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. സ്വപ്നയ്ക്ക് നിലവിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കോടതിയെ അറിയിക്കാനും വകുപ്പ് തീരുമാനിച്ചു. അതേസമയം ജയിലിലിരിക്കെ പുറത്തുവന്ന സ്വപ്നയുടെ ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങുമെത്താതെ നിലച്ചു. പരസ്യപ്രചാരണം അവസാനിച്ചു. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ. തിരുവനന്തപുരം. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 6 ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു. നാളെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. 451 തദ്ദേശ സ്ഥാപനങ്ങളിലെ 8116 വാർഡുകളിലേക്കാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വപ്നയുടെ മൊഴി. രവീന്ദ്രന്റെ ഒളിച്ചുകളി. ശ്വാസം മുട്ടി CPM. തിരുവനന്തപുരം. 9 ജില്ലകളിൽ ഇനിയും തദ്ദേശ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ വിവാദങ്ങളിൽ ശ്വാസം മുട്ടി സർക്കാരും CPM-ഉം. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതനുണ്ടെന്നും പേര് വെളിപ്പെടുത്താതിരിക്കാൻ തനിക്കുമേൽ ഭീഷണിയുണ്ടെന്നും കാണിച്ച് സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്ത മൊഴികളാണ് സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നത്. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ചിറക്കൽ കോവിലകം രാമവർമ്മ രാജ ഓർമ്മയായി. തൃശൂർ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ചിറക്കൽ കോവിലകം രാമവർമ്മ രാജ ഓർമ്മയായി. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിന് സമീപത്തെ വസതിയിൽ പുലർച്ചെ 2-നായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് രാവിലെ 10-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്. BJP മുന്നിൽ. ജയ്പൂർ. രാജസ്ഥാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ലഭ്യമായ ഫലങ്ങളിൽ BJP മുന്നിൽ. 4371 പഞ്ചായത്ത് സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP 1816 എണ്ണത്തിൽ വിജയിച്ചു. 1705 എണ്ണമാണ് കോൺഗ്രസ് നേടിയത്. 417 എണ്ണത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കാർഷിക വിളകൾക്ക് താങ്ങുവില കൂടുതൽ ഉയർത്തിയത് UPA എന്ന് കണക്കുകൾ. ന്യൂഡൽഹി. കാർഷിക വിളകളുടെ താങ്ങുവില കൂടുതൽ ഉയർത്തിയത് മുൻ UPA സർക്കാരുകളെന്ന് കണക്കുകൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് മറ്റേതു സർക്കാരുകളേക്കാൾ താങ്ങുവില വർദ്ധിപ്പിച്ചത്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വാദം ഉന്നയിച്ചതിനു പിന്നാലെയാണ് കണക്കുകൾ വിശദമാക്കി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചില നിയമങ്ങൾ ഇന്ന് രാജ്യത്തിന് ബാധ്യതയായി മാറി. ന്യൂഡൽഹി. വികസനത്തിനു പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചില നിയമങ്ങൾ ഇന്ന് രാജ്യത്തിന് ബാധ്യതയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുരസ്കാരങ്ങൾ തിരികെ നൽകാനെത്തിയ കായിക താരങ്ങളെ തടഞ്ഞു. ന്യൂഡൽഹി. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുരസ്കാരങ്ങൾ തിരികെ നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് തിരിച്ച് 30ഓളം കായിക താരങ്ങളെ പോലീസ് തടഞ്ഞു. ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ മക്രോണിന് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. ന്യൂഡൽഹി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടന്ന ഭീകരവാദി ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മൗലികവാദത്തിനും എതിരായ ഫ്രാൻസിന്റെ പോരാട്ടത്തിന് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അറിയിച്ചു. COVID-19 മുന്നണി പോരാളികൾക്ക് പേഴ്സണൽ ആദരവുമായി ടൈം മാസിക. വാഷിംഗ്ടൺ. 2020 ടൈം മാസികയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് COVID-19 മുന്നണി പോരാളികൾ. ബിഷപ്പിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം മാതൃകയായി. ന്യൂഡൽഹി. 60ാം പിറന്നാളിന് 60 കുടുംബങ്ങളെ ദത്തെടുത്ത് മാതൃകയായി പാവങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന ഡൽഹി ഗുരുഗ്രാം മലങ്കര കത്തോലിക്ക ബിഷപ്പ് ജേക്കബ് മർണബാസ് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. കൊടുങ്ങല്ലൂർ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മുസ്രീസ് ജങ്കാർ സർവീസ് ഇന്നലെ രാവിലെ 5:10 മുതൽ അഴീക്കോട് ജെട്ടിയിൽ നിന്നാണ് സർവീസ് ആരംഭിച്ചത്. ലൈഫ് മിഷൻ അഴിമതി. പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് CBI. കൊച്ചി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഭവന പദ്ധതി നിർമ്മാണത്തിലെ ക്രമക്കേടിൽ അന്വേഷണത്തിനെതിരെ ഭാഗമായി പുറപ്പെടുവിച്ചിരിക്കുന്ന സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് CBI ഹൈക്കോടതിയിൽ. ബൂത്തുകൾ ഇന്ന് സജ്ജമാകും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന്. തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനുള്ള പോളിംഗ് ബൂത്തുകൾ ഇന്ന്
സജ്ജമാകും. ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് രാവിലെ 8-ന് ആരംഭിക്കും. 31 കേന്ദ്രങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്തവർ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണം. തൃശൂർ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാത്ത സ്പെഷ്യൽ വോട്ടർമാർ അതത് ഭരണാധികാരികളെയോ ഉപഭരണാധികാരികളെയോ ഫോണിൽ ബന്ധപ്പെടണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡിസംബർ 11 ഡോക്ടർമാർ പണിമുടക്കും. തൃശൂർ ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ശസ്ത്രക്രിയകൾ അനുവദിച്ച അശാസ്ത്രീയ തീരുമാനത്തിനെതിരെ 11-ന് ഡോക്ടർമാർ പണിമുടക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.